ശ്രീമന്നാരായണീയം ദശകം 8 നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര. ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 11. ഓം നമോ ഭഗവതേ വാസുദേവായ. തദേതദംഭോരുഹകുട്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി സ്വധാമഭിർദ്വാന്തം അലം ന്യകൃന്ദത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു പ്രപഞ്ചത്തിലെ എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചിരുന്നു സൂക്ഷ്മരൂപത്തിൽ. ഭഗവാൻ യോഗനിദ്രയിൽ നിന്നും ഉണർന്ന് നോക്കിയപ്പോൾ ചുറ്റും ജലം മാത്രമായിട്ട് കിടക്കുന്നു. എല്ലാം തന്നിലേക്ക് ലയിച്ചതായിട്ടും കാണുന്നു. തന്നിലേക്ക് ലയിച്ച ആ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലേക്കും ഭഗവാൻ ഒന്ന് നോക്കി. ആ സമയത്ത് വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ അത്യത്ഭുതകരമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു താമരമൊട്ട് ഭഗവാന്റെ പൊക്കിൾ കുഴിയിൽ നിന്നും പുറത്തേക്ക് ഉണ്ടായി. ആ താമരമൊട്ട് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സകലതുമാണ്, എല്ലാ വസ്തുക്കളുമാണ്. ഉദരത്തിൽ ലയിച്ചു കിടന്നിരുന്ന എല്ലാമാണ് താമരമുട്ടിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. തത് ഏതത്, ഇവിടെ ജഗത്തിന് കാരണമായിട്ടുള്ള ഈ അംബോരുഹ കുട്മളം താമരമൊട്ട് തേ കളേബരാത് അവിടുത്തെ ശരീരത്തിൽ നിന്ന് തോയപഥേ പ്രരൂഢം വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച് ബഹി നിരീതം വെള്ളത്തിന് വെളിയിലുയർന്ന്, താമരമൊട്ട് ഭഗവാന്റെ പൊക്കൽ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് പരിത സ്ഫുരദ്ഭി, പരിത നാലുപാടും സ്ഫുരദ്ഭി പ്രകാശിക്കുന്ന സ്വധാമഭി തൻ്റെ ആ രശ്മികളാൽ ദീപ്തികളാൽ ധ്വാന്തം അലം നികൃന്ദത് കൂരിരുളിനെ തീരെ ദൂരീകരിച്ചു. ഈ താമരമൊട്ട് വെള്ളത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പൊങ്ങി വന്നിട്ട് നാല് പാടും പ്രകാശിക്കുന്ന, എല്ലായിടത്തേക്കും പ്രകാശം പരത്തി നിന്നു. ആ പ്രകാശിക്കുന്ന രശ്മികളെ കൊണ്ട് തൻ്റെ ആ പ്രകാശമാകുന്ന പ്രഭ എല്ലായിടത്തേക്കും പരത്തിക്കൊണ്ട് കൂരിരുട്ടായിരുന്ന ആ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും പ്രകാശത്തെ ചൊരിഞ്ഞു. കൂരിരുട്ടിനെയെല്ലാം ദൂരെ മാറ്റി. ഭഗവാന്റെ പൊക്കിൾ കുഴിയിലൂടെ ഒരു താമരമൊട്ട് ഉയർന്നു വന്നത് ഭഗവാനിൽ ലയിച്ചു കിടന്നിരുന്ന സകല പദാർത്ഥങ്ങളുടെയും സാരമാണ്. അത് വെള്ളത്തിന് മുകളിലേക്ക് പൂർണ്ണമായി വന്ന് വിരിഞ്ഞു, ഉയർന്നു വന്ന് വെള്ളത്തിന് മുകളിൽ ഉയർന്നു വന്ന് വിരിഞ്ഞ് തൻ്റെ പ്രകാശത്താൽ കൂരുരുട്ടിനെയൊക്കെ എല്ലായിടത്തും അങ്ങോട്ട് പ്രകാശം വരുത്തി. അപ്പം ഇരുട്ടെല്ലാം ഓടി മറിഞ്ഞു, സർവ്വതും പ്രകാശമാനമാക്കി തീർത്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.